ഒരു പെട്ടി കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യലി ഫ്രീ ആയത്. അല്ല, എന്താണ് ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം? 7 ലെവൽസ് ഓഫ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. 6ാമത്തെയാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫൈനാൻഷ്യൽ ഫ്രീഡം സ്റ്റെപ്പ്. നമ്പർ 1, ക്ലാരിറ്റി. നിങ്ങൾ എവിടെയാണ് ഫൈനാൻഷ്യലി എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്പർ 1 നിങ്ങൾ അച്ചീവ് ചെയ്തു. നമ്പർ 2, സെൽഫ് സഫിഷ്യൻസി. നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്പർ 2 നിങ്ങൾ അച്ചീവ് ചെയ്തു. നമ്പർ 3, ബ്രീത്തിങ് റൂം. പേ ചെക്ക് ടു പേ ചെക്ക് എന്നുള്ള ജീവിതം നിങ്ങൾക്ക് ജീവിക്കണ്ട, അതിൽ കൂടുതൽ പൈസ നിങ്ങളുടെ കയ്യിലുണ്ട്. നമ്പർ 4, സ്റ്റെബിലിറ്റി. നിങ്ങൾക്ക് കടമൊന്നുമില്ല, ഡെറ്റ് ഒന്നുമില്ല, ലോണൊന്നുമില്ല, അതുപോലെ തന്നെ എമർജൻസി ഫണ്ടും നിങ്ങൾക്ക് റെഡിയാണ്. നമ്പർ 5, ഫ്ലെക്സിബിലിറ്റി. 2 വർഷം നിങ്ങൾക്ക് ഓഫ് എടുക്കാം. പണിയൊന്നും എടുത്തില്ലേ പോലും 2 വർഷം വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്പർ 6, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ്റഗറിയാണ്. നിങ്ങളുടെ ആസറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റും. നമ്പർ 7, അബണ്ടന്റ് വെൽത്ത്. യു ഹാവ് മോർ മണി ദാൻ യു വിൽ എവർ നീഡ്. നിങ്ങൾക്ക് വേണ്ടതിൽ കൂടുതൽ ഒരുപാട് കാശ് ഉള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം സ്റ്റേജ് ആണ്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം നമ്പർ എത്രയാണ്? താഴെ കമന്റ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക.